എല്ലാവരും നിങ്ങളെ ബഹുമാനിക്കണമെന്നും നിങ്ങളുടെ സാന്നിധ്യം അവർക്കൊരു ലഹരിയായി മാറണമെന്നും നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? നിങ്ങൾ അവിടെ ഇല്ലാത്തപ്പോൾ പോലും അവർ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? എങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. ഒന്ന് ചിന്തിക്കൂ. ജീവിതത്തിൽ ചിലരുണ്ട്, അവർ മുറിയിലേക്ക് കടന്നു വരുമ്പോൾ തന്നെ ആ അന്തരീക്ഷം മാറും. ആരും പഠിപ്പിക്കാതെ, ആരും ശ്രദ്ധിക്കാൻ പറയാതെ ആ ഒരാളിലേക്ക് എല്ലാ കണ്ണുകളും തിരിയും. ആ ഒരാളുടെ വാക്കുകൾക്ക് ഭാരമുണ്ടാകും. ആ ഒരാൾ പോകുമ്പോൾ ആ സ്ഥലം ഒഴിഞ്ഞതുപോലെ തോന്നും. നിങ്ങൾക്കറിയാമോ, ആ ഒരാളാകാൻ ഒരു പ്രത്യേക ജന്മം ആവശ്യമില്ല. ആ ഒരാളാകാൻ ഒരു പ്രത്യേക ലുക്ക് ആവശ്യമില്ല. ആ ഒരാളാകാൻ ആവശ്യമുള്ളത് ചില നിശ്ചിതമായ തന്ത്രങ്ങൾ മാത്രമാണ്. നമസ്കാരം സുഹൃത്തുക്കളെ, സീക്രട്ട് വിസ്ഡമിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് മറ്റൊരാളെ നിങ്ങളിലേക്ക് എങ്ങനെ അടിമപ്പെടുത്താം എന്നതിനെക്കുറിച്ചല്ല, മറിച്ച് നിങ്ങളുടെ വ്യക്തിത്വം എങ്ങനെ അത്രമേൽ ആകർഷകമാക്കാം എന്നതിനെക്കുറിച്ചാണ്. ചാണക്യൻ പറഞ്ഞിട്ടുണ്ട്, ഒരു മനുഷ്യന്റെ സ്വാധീനം അവന്റെ സാന്നിധ്യത്തിലല്ല, മറിച്ച് അവന്റെ വ്യക്തിത്വത്തിലും പെരുമാറ്റത്തിലുമാണ്. ആളുകൾ നിങ്ങളെ വില കുറച്ച് കാണാതിരിക്കാനും നിങ്ങളുടെ വില മനസ്സിലാക്കാനും സഹായിക്കുന്ന 10 ശക്തമായ തന്ത്രങ്ങൾ ഇന്ന് നമ്മൾ പഠിക്കും. ഓരോ തന്ത്രവും ചാണക്യനീതിയിൽ നിന്ന് നേരിട്ടെടുത്തതാണ്. തന്ത്രം 1: എപ്പോഴും ലഭ്യമാകാതിരിക്കുക. ഒരു കാര്യം ചോദിക്കട്ടെ, നിങ്ങൾ ഷോപ്പിൽ പോകുമ്പോൾ ഏത് ജ്യൂസ് കൂടുതൽ വേഗം തീരും? ആർക്കും വേണ്ടാത്ത ഒന്നോ, അതോ സ്റ്റോക്ക് തീർന്നുവെന്ന് ബോറുള്ളതോ? അതുതന്നെ ഉത്തരം. നമുക്ക് എളുപ്പത്തിൽ കിട്ടുന്ന ഒന്നിനും നമ്മൾ വലിയ വില കൊടുക്കാറില്ല. ചാണക്യൻ പറയുന്നു, പരിമിതമായ കാര്യങ്ങൾക്കാണ് ലോകത്ത് എപ്പോഴും ആവശ്യക്കാർ കൂടുതൽ. ഇപ്പോൾ ഓർത്തു നോക്കൂ, നിങ്ങൾ ഒരു സുഹൃത്തിന് മെസ്സേജ് ചെയ്യുമ്പോൾ ഉടൻ മറുപടി വരുന്ന ആളോടോ, അതോ ഒന്ന് കിട്ടിയാൽ കൊള്ളാമെന്ന് തോന്നിക്കുന്ന ആളോടോ കൂടുതൽ ആകർഷണം? നിങ്ങൾ 24 മണിക്കൂറും എല്ലാവർക്കും ഓൺലൈനിൽ ലഭ്യമാണെങ്കിൽ ആളുകൾ നിങ്ങളെ ഒരു ഒഴിവു സമയ ഓപ്ഷനായി കാണും. ഗൗരവമായ ഒരാളായി ഒരിക്കലും കാണില്ല. നിങ്ങളുടെ സമയം ഒരു ഗിഫ്റ്റാണ്. അത് ആർക്കും വേണ്ടും ഒഴിഞ്ഞുകൊടുക്കരുത്. യെസ് പറയേണ്ടിടത്ത് മാത്രം യെസ് പറയൂ. ബാക്കിയിടങ്ങളിൽ നിങ്ങൾ ബിസിയാണ്. നിങ്ങൾക്ക് ലക്ഷ്യങ്ങളുണ്ട്. ആ ഒറ്റ ഫീലിംഗ് മതി ആളുകൾ നിങ്ങളെ ഡിഫറൻ്റ്ലി കാണാൻ. തന്ത്രം 2: കണ്ണുകളിൽ നോക്കി സംസാരിക്കുക. ഒരാൾ നിങ്ങളോട് സംസാരിക്കുമ്പോൾ അവർ ഫോൺ നോക്കുകയോ നിലത്ത് നോക്കുകയോ ഒരിടത്തും ഉറയ്ക്കാതെ കണ്ണോടിക്കുകയോ ചെയ്താൽ നിങ്ങൾക്ക് ആ ആളിനോട് റെസ്പെക്റ്റ് തോന്നുമോ? ഇല്ല, ഒരിക്കലുമില്ല. ചാണക്യനീതി പ്രകാരം വിശ്വാസമില്ലാതെ ഒരു ബന്ധവും ആഴത്തിലുള്ളതാകില്ല. ആ വിശ്വാസം ആദ്യം കമ്മ്യൂണിക്കേറ്റ് ആകുന്നത് കണ്ണുകളിലൂടെയാണ്. കണ്ണുകൾ ഒരിക്കലും നുണ പറയില്ല. ഒരാൾ ആത്മവിശ്വാസമുള്ളവനാണോ ഇല്ലയോ? ഒരാൾ ശരിക്കും ശ്രദ്ധിക്കുന്നുണ്ടോ ഇല്ലയോ? ഒരാൾ ഭയത്തോടെ ജീവിക്കുകയാണോ ശക്തിയോടെ ജീവിക്കുകയാണോ? ഇതെല്ലാം ആ കണ്ണുകൾ പറഞ്ഞുകൊടുക്കും. ഇനി മുതൽ ആരോടെങ്കിലും സംസാരിക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കൂ. അവരുടെ കണ്ണുകളിലേക്ക് ആത്മവിശ്വാസത്തോടെ നോക്കൂ. ആ ഒരൊറ്റ ശീലം, ആ ഒരൊറ്റ ചെറിയ ശീലം നിങ്ങളോടുള്ള ആളുകളുടെ പെർസെപ്ഷൻ തന്നെ മാറ്റും. നിങ്ങൾ അവരെക്കാൾ കൂടുതൽ ഉള്ളിലാണ് എന്ന് അവർ അൺകോൺഷ്യസ്ലി ഫീൽ ചെയ്യും. അവർ നിങ്ങളെ അഡ്മയർ ചെയ്യാൻ തുടങ്ങും. തന്ത്രം 3: അടുപ്പവും അകലവും. ഇതൊരുപക്ഷെ ഏറ്റവും പവർഫുള്ളായ തന്ത്രമായിരിക്കും. ഒപ്പം ഒരുപക്ഷെ ഏറ്റവും മിസ്അണ്ടർസ്റ്റുഡായ തന്ത്രവും. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒരിക്കൽ ഈ ഒരു ഫീലിംഗ് ഉണ്ടായിട്ടുണ്ടോ? ഈ ആൾ ഇന്നലെ ഇത്ര നന്നായി സംസാരിച്ചു, ഇന്നൊന്നും മിണ്ടുന്നില്ലല്ലോ, എന്തുപറ്റി എന്ന്? ആ ഫീലിംഗ് ആണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ചില ദിവസങ്ങളിൽ അവർക്ക് ഒഴിച്ചുകൂടാനാവാത്ത ഒരാളായി മാറൂ. അവരുടെ ഏത് കാര്യത്തിലും കൂടെ നിൽക്കൂ. ശരിക്കും ഒരു സപ്പോർട്ടാകൂ. ആ ബന്ധം ദൃഢമാക്കൂ. അതിനുശേഷം പതുക്കെ സബ്റ്റിലായി ഒന്ന് മാറി നിൽക്കൂ. ഒരു ആബ്സെൻസ് ക്രിയേറ്റ് ചെയ്യൂ. ഈ ആൾ ഇപ്പോൾ കൂടെയില്ലല്ലോ, ഇവർ ഏത് ദിശയിലാണ് എന്ന ചിന്ത അവർക്കുണ്ടാകും. ആ ചിന്ത ഒരു അഡിക്ഷനായി മാറും. ഇടവേളകളിൽ, ഒറ്റയ്ക്കിരിക്കുമ്പോൾ, ഉറങ്ങാൻ കിടക്കുമ്പോൾ നിങ്ങൾ അവരുടെ മനസ്സിലുണ്ടാകും. ഒരു വാർണിംഗ്: ഈ തന്ത്രം ആദ്യം ഒരു റിയൽ ബോണ്ട് ഉണ്ടാക്കിയ ശേഷം മാത്രം ഉപയോഗിക്കൂ. ഒരു ബന്ധവുമില്ലാതെ ഇത് ചെയ്താൽ അത് മാനിപ്പുലേറ്റീവ് ആകും. ചാണക്യൻ ആഗ്രഹിക്കുന്നത് നിങ്ങൾ ജെന്യുവിനായി ആകർഷകരാകണമെന്നാണ്. തന്ത്രം 4: ഒരു നിഗൂഢത നിലനിർത്തുക. ഒരു കിണറുണ്ടെന്ന് കരുതൂ. ആ കിണറിന്റെ ആഴം നിങ്ങൾ അളക്കാൻ കഴിഞ്ഞാൽ നിങ്ങൾ ഇനി ആ കിണർ ഓർക്കില്ല. പക്ഷേ ആ കിണറിന്റെ ആഴം ഇനിയും അറിഞ്ഞിട്ടില്ല എന്ന് തോന്നിയാൽ ആ കിണർ നിങ്ങളെ ഡ്രോ ചെയ്തുകൊണ്ടേയിരിക്കും. ആ കിണറാകൂ. നിങ്ങളുടെ ഓരോ പ്ലാനും ഓരോ ഐഡിയയും ഓരോ ഡ്രീമും ആദ്യ ദിവസം തന്നെ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യരുത്. നിങ്ങളുടെ കൂടെയിരിക്കുന്ന ആൾക്ക് ഓരോ കൺവേഴ്സേഷനിലും കൂടുതൽ ഡെപ്ത് അനുഭവപ്പെടട്ടെ. ഈ ആളെ ഇനിയും പൂർണ്ണമായി മനസ്സിലായിട്ടില്ല എന്ന ഫീലിംഗ് അവർക്കുണ്ടാകട്ടെ. ചാണക്യൻ പറയുന്നു, നിങ്ങളുടെ ആഴവും ശക്തിയും മറ്റുള്ളവർക്ക് പൂർണ്ണമായി മനസ്സിലാക്കാൻ കഴിയരുത്. ഒരു മിസ്റ്ററിയുള്ള ആൾ,
ഒരു അൺഫിനിഷ്ഡ് നോവൽ പോലെ ആരും ഇടയ്ക്ക് അടച്ചുവെക്കില്ല. അടുത്ത ചാപ്റ്റർ അറിയണം. അതിനായി അവർ നിങ്ങളെ ഫോളോ ചെയ്തുകൊണ്ടേയിരിക്കും. തന്ത്രം 5. സഹായങ്ങൾ പരിമിതപ്പെടുത്തുക. ഒരു ഡോക്ടർ ഉണ്ടെന്ന് കരുതൂ. ആ ഡോക്ടർ ആര് വിളിച്ചാലും ഉടൻ ഓടി ചെല്ലും. ഫ്രീ ആയി ട്രീറ്റ് ചെയ്യും. ആർക്കും ഇഷ്ടമുള്ള സമയത്ത് വരാം. ഇപ്പോൾ ആ ഡോക്ടറിന്റെ അപ്പോയിന്റ്മെന്റ് ആർക്കെങ്കിലും ആഗ്രഹമുണ്ടാകുമോ? ഇല്ല. കാരണം അവർ എപ്പോഴും അവൈലബിൾ ആണ്. ഇനി മറ്റൊരു ഡോക്ടർ 3 മാസം കഴിഞ്ഞേ അപ്പോയിന്റ്മെന്റ് കിട്ടൂ. ആ ഡോക്ടറിന്റെ അപ്പോയിന്റ്മെന്റ് ലഭിക്കാൻ ആളുകൾ കഷ്ടപ്പെടും. ആ അപ്പോയിന്റ്മെന്റ് ലഭിച്ചാൽ ഒരു അച്ചീവ്മെന്റായി ഫീൽ ചെയ്യും. ഇതാണ് സ്കേർസിറ്റിയുടെ ശക്തി. ആർ ചോദിച്ചാലും യെസ് പറഞ്ഞ് ഓടി ചെന്ന് ചെയ്തു കൊടുക്കുന്ന ഒരാളാകരുത്. ലോകം ആ ആളിനെ പാവമാണ് എന്ന് കരുതും. ആ ആളിനെ യൂസ് ചെയ്തുകൊണ്ടേയിരിക്കും. ശരിക്കും ആവശ്യമുള്ളപ്പോൾ ഹൃദയം കൊണ്ട് ഹെൽപ്പ് ചെയ്യൂ. ആ ഹെൽപ്പ് ആർക്കും മറക്കാൻ കഴിയില്ല. തന്ത്രം 6. സ്വന്തമായ ഒരു ശൈലി ഉണ്ടാക്കുക. ഒരു കാര്യം ശ്രദ്ധിക്കൂ. നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരാളുണ്ടല്ലോ. ഒരു ആക്ടറാകട്ടെ, ഒരു ലീഡറാകട്ടെ. ആ ആളിനെ നിങ്ങൾ ഇഷ്ടപ്പെടുന്നത് അവർ മറ്റൊരാളെ കോപ്പി ചെയ്യുന്നതുകൊണ്ടല്ല, മറിച്ച് അവരായതുകൊണ്ടാണ്. ചാണക്യൻ പറയുന്നു, തനതായ വ്യക്തിത്വമാണ് ഏറ്റവും വലിയ സമ്പാദ്യം. നിങ്ങളൊരു റൂമിലേക്ക് കയറി ചെല്ലുമ്പോൾ, നിങ്ങൾ ആരോടെങ്കിലും ഹാൻഡ്ഷേക്ക് ചെയ്യുമ്പോൾ, നിങ്ങളൊരു സെന്റൻസ് പറയുമ്പോൾ, ആ ഓരോ നിമിഷത്തിലും ഒരു ഐഡന്റിറ്റി ഉണ്ടായിരിക്കണം. ആ ഐഡന്റിറ്റി ആരുടെയും കോപ്പിയാകരുത്. ഈ ആളിന്റെ സ്റ്റൈലുണ്ടല്ലോ, ഇത് ഇവർക്ക് മാത്രം സ്വന്തമെന്ന് തോന്നിക്കുക. നിങ്ങൾ ധരിക്കുന്ന വസ്ത്രം, നിങ്ങൾ സംസാരിക്കുന്ന ശൈലി, നിങ്ങൾ റിയാക്ട് ചെയ്യുന്ന രീതി, ഇതെല്ലാം ഒന്നിച്ചാകുമ്പോൾ ഒരു ബ്രാൻഡ് ഉണ്ടാകും. ആ ബ്രാൻഡ് ആർക്കും റീപ്ലേസ് ചെയ്യാൻ കഴിയില്ല. തന്ത്രം 7. മുൻഗണനകൾ നിശ്ചയിക്കുക. ഇന്ന് ഒരു പാർട്ടിയുണ്ടെന്ന് കരുതൂ. ഡോട്ടെ പാർട്ടിക്ക് വിളിച്ചാൽ ഒരാൾ എപ്പോഴും ഓടി ചെല്ലും. ആര് ചോദിച്ചാലും ഓടി ചെല്ലും, ഒരുദ്ദേശവുമില്ലാതെ. മറ്റൊരാളുണ്ട്, ഞാനൊരു ഇമ്പോർട്ടന്റ് മീറ്റിംഗ് അറ്റൻഡ് ചെയ്ത ശേഷം വരാം എന്ന് പറഞ്ഞ് അല്പം ലേറ്റായി വരും. ആ പാർട്ടിയിൽ ആർക്ക് അറ്റൻഷൻ കിട്ടും? നിങ്ങൾ ജീവിതത്തിൽ ലക്ഷ്യങ്ങളുള്ള ഒരാളാണെന്ന് കാണിക്കൂ. നിങ്ങളുടെ കരിയറും ഗ്രോത്തും നർച്ചർ ചെയ്യൂ. ആ ബിസിനസ് ഒരിക്കലും ഫേക്ക് ആകാതിരിക്കട്ടെ, റിയൽ ആകട്ടെ. ചാണക്യൻ പറയുന്നു, നിങ്ങൾ മറ്റുള്ളവർക്ക് ശ്രദ്ധ നൽകുന്നത് നിർത്തുമ്പോഴാണ് അവർ നിങ്ങളുടെ ശ്രദ്ധയ്ക്കായി കൊതിക്കുന്നത്. തന്ത്രം 8. ഒന്നിന്റെയും പിന്നാലെ ഓടാതിരിക്കുക. ഒരു ബട്ടർഫ്ലൈയെ പിടിക്കാൻ ഓടിപ്പോകുന്ന കുട്ടിയെ കണ്ടിട്ടുണ്ടോ? ഓടുന്തോറും ആ ബട്ടർഫ്ലൈ അകന്നുപോകും. ഓടി തളർന്ന് ഒരിടത്തിരിക്കുമ്പോൾ ആ ബട്ടർഫ്ലൈ സ്വയം വന്ന് കയ്യിലിരിക്കും. ജീവിതത്തിൽ ഏറ്റവും വാല്യുവബിളായ കാര്യങ്ങളൊക്കെ അങ്ങനെയാണ്. ഒരാളുടെ അറ്റൻഷനായോ, അഫെക്ഷനായോ, അപ്രവലനായോ ഓടുമ്പോൾ നിങ്ങൾ ഇന്റേണലി ഒരു മെസ്സേജ് സെൻഡ് ചെയ്യുന്നു, ഞാൻ നിങ്ങളെക്കാൾ ചെറുതാണ് എന്ന്. ആ മെസ്സേജ് റിസീവ് ചെയ്ത ആൾ നിങ്ങളോടുള്ള റെസ്പെക്റ്റ് അൺകോൺഷ്യസ്ലി ഡ്രോപ്പ് ചെയ്യും. ഓടൽ നിർത്തൂ, സ്വയം ഗ്രോ ചെയ്യൂ, നിങ്ങൾ ബെറ്റർ ആകൂ. ആ ഗ്രോത്ത് ആളുകളെ നാച്ചുറലി നിങ്ങളിലേക്ക് ഡ്രോ ചെയ്യും. സംയമനം പാലിക്കുന്നിടത്താണ് ബുദ്ധി തെളിയുന്നത് എന്ന് ചാണക്യൻ പറയുന്നു. തന്ത്രം 9. ആവശ്യക്കാരനായി മാറരുത്. നീ ഇല്ലെങ്കിൽ ഞാൻ ജീവിക്കില്ല. ഈ ഒരൊറ്റ സെന്റൻസ് ഒരു റിലേഷൻഷിപ്പിലെ പവർ ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു കൊടുക്കും. ഒരാൾ നിങ്ങളില്ലാതെ ഇൻകംപ്ലീറ്റ് ആണ് എന്ന് ഫീൽ ചെയ്താൽ ആ ആൾ ഒരിക്കലും നിങ്ങളെ വാല്യൂ ചെയ്യില്ല. ആ ആൾ നിങ്ങളെ എക്സ്പ്ലോയിറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. ചാണക്യൻ പറഞ്ഞു, ഒരാളെ ആവശ്യമുണ്ടെന്ന് കാണിക്കൂ, പക്ഷെ ഒരിക്കലും ഡിപ്പെൻഡാണ് എന്ന് കാണിക്കരുത്. നിങ്ങൾ കംപ്ലീറ്റ് ആണ്. നിങ്ങൾ ഒരാളുണ്ടെങ്കിൽ കൂടുതൽ ബ്യൂട്ടിഫുൾ ആകും. പക്ഷേ ആ ഒരാൾ ഇല്ലെങ്കിലും നിങ്ങൾ സർവൈവ് ചെയ്യും, ത്രൈവ് ചെയ്യും. ആ എനർജി ഒരു മാഗ്നറ്റാണ്. തന്ത്രം 10. ഒരു നിഗൂഢതയായി തുടരുക. ഒരു ബുക്ക് ഒറ്റ വായനയിൽ കംപ്ലീറ്റായി മനസ്സിലായാൽ നിങ്ങൾ ആ ബുക്ക് ഇനി ഓർക്കില്ല. പക്ഷെ ഓരോ തവണ വായിക്കുമ്പോഴും പുതിയ ഒരു ലെയർ റിവീൽ ആകുന്ന ബുക്ക് നിങ്ങൾ ഒരിക്കലും മറക്കില്ല. ആ ബുക്കാകൂ. നിങ്ങളെക്കുറിച്ചുള്ള ഓരോ കാര്യവും ഫസ്റ്റ് മീറ്റിംഗിൽ ഷെയർ ചെയ്ത് എക്സോസ്റ്റഡ് ആകുന്ന ഒരു ആളാകരുത്. നിങ്ങളുടെ ലൈഫ്, സ്ട്രഗിൾസ്, ഡ്രീംസ്, വാല്യൂസ് ഇത് ഡിസ്കവർ ചെയ്യാൻ ആളുകൾ ഇൻവെസ്റ്റ് ചെയ്യട്ടെ. ആ ഇൻവെസ്റ്റ്മെന്റ് ഉള്ളതുകൊണ്ടാണ് നിങ്ങൾ അവർക്ക് പ്രഷ്യസ് ആകുക. ദുർലഭമായ കാര്യങ്ങൾക്കാണ് ലോകത്തെപ്പോഴും ഡിമാൻഡുള്ളത്. നിങ്ങൾ ആ റെയറാളാകൂ. ഈ 10 തന്ത്രങ്ങളും ഒറ്റ ദിവസം കൊണ്ട് പ്രാക്ടീസ് ചെയ്യേണ്ടതില്ല. ഓരോ ദിവസവും ഒന്ന് പഠിക്കൂ, ഓരോ ദിവസവും ഒന്ന് പ്രാക്ടീസ് ചെയ്യൂ. ക്രമേണ നിങ്ങളൊരു ശീലമല്ല, ഒരു ലഹരിയായി ആളുകൾക്ക് മാറും. ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടപ്പെട്ടുവെങ്കിൽ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യൂ. ചാണക്യനീതിയെക്കുറിച്ചുള്ള കൂടുതൽ രഹസ്യങ്ങൾ അറിയാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ഇന്നുമുതൽ ഞാൻ എന്റെ മൂല്യം തിരിച്ചറിയും എന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തൂ. ഇത് നിങ്ങളോട് തന്നെയുള്ള ഒരു വാഗ്ദാനമാണ്. അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ മറ്റുള്ളവരുടെ ആവശ്യമല്ല, ആവശ്യമായ ഒരാളായി മാറൂ. നന്ദി.